ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചക്കായ വെച്ചിട്ടുള്ള ഒരു ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ്. പച്ചക്കായ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഉപ്പേരി വയ്ക്കും, അല്ലെങ്കിൽ തേങ്ങരച്ച് കറി വയ്ക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറ് സാധാരണ. അപ്പോൾ ഞാനിന്ന് ഒരു ഗ്രേവിയുടെ റെസിപ്പിയാണ് പറയുന്നത്. പച്ചക്കായ ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഈ പച്ചക്കായ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ വ്യത്യാസമുണ്ട്. 4 പച്ചക്കായാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരളവാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ 4 പച്ചക്കായും അതിൻ്റെ പുറമേയുള്ള തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് കട്ട് ചെയ്തിട്ടും വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെക്കേണ്ടത്. അതിനൊരു കറയുണ്ടാവും, ആ കറ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി കയ്യിൽ കറ ആവണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ പുരട്ടിയാൽ മതി കയ്യിൽ, എന്നിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ കയ്യിലും ആവില്ല, അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്യുകയും ചെയ്യാം. ഈ കായ ഞാൻ കുറച്ച് കനത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്, നൈസായിട്ടല്ല, ഒരു കുറഞ്ഞ കനത്തിൽ അരിഞ്ഞെടുക്കുക. മുഴുവൻ കായും ഇതുപോലെ അരിഞ്ഞെടുത്തു. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു കൈപ്പിടി ചെറിയ ഉള്ളി ക്ലീനാക്കിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 10 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എരിവ് അധികം വേണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി ചേർത്തതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ തക്കാളി വാടി കിട്ടും. അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. തക്കാളി മൂടി വെച്ചിട്ട് 1 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി അത് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫ്ലെയിം ഓഫാക്കുകയാണ്. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കോരി മാറ്റി വെക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചക്കായ ഉണ്ടല്ലോ, അത് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പച്ചക്കായ വെന്തുടയാൻ പാടില്ല. ഒരു പകുതി വേവ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എല്ലാ പീസും ഒന്ന് ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, എന്നെങ്കിലും എല്ലാ ഭാഗവും ഒരുപോലെ ആയി വരുള്ളൂ. കുറച്ച് നേരം അതാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവാത്ത ഭാഗം ഒന്ന് ചട്ടിയിലാകുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ഇനി ഞാൻ അല്പനേരം മൂടി വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുത്തത്. ഒരു 2 മിനിറ്റൊക്കെ വരെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വെന്ത് വരും. ഈ ഒരു സമയത്ത് അതിലേക്കുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കണം. ഈ പച്ചക്കായിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാനൊന്ന് ക്ലീനാക്കി എടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണ് നല്ല ജീരകം, അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണ് കടുകും പൊട്ടി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി വേവിച്ച് വെച്ചിരുന്ന ആ പച്ചക്കായ ചേർത്ത് കൊടുക്കും. പച്ചക്കായ ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ മിക്സിയിൽ എടുത്ത് വെച്ചിരുന്ന ആ ഉള്ളിയും തക്കാളിയും വറ്റൽമുളകും അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിയിലുള്ളത് മുഴുവൻ ഇങ്ങ് പോന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ചായറ്റി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, അല്ലെങ്കിൽ ബിരിയാണി മസാല, ഞാൻ ബിരിയാണി മസാലയാണ് ചേർക്കുക. വലിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ബീഫ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പച്ചക്കായ വേവിച്ച സമയത്ത് അതിലേക്കുള്ള ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ ഗ്രേവിയിലേക്കുള്ള ഉപ്പ് മാത്രമാണ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. 3 മിനിറ്റിന് ശേഷം
അടപ്പ് തുറന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ഫ്ലെയിം ഓഫാക്കാം, കാരണം വെള്ളം അത്രയ്ക്കണ്ട് വറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് ലൂസുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളം. ഒരു തിക്ക് ഗ്രേവിയിലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു. അടപ്പ് തുറന്നിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് അല്പം കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫാക്കി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.